നമ്മളെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് സെക്കൻഡ് മൊഡ്യൂളിലത്തെ പ്രോബ്ലമാണിത്. സെക്കൻഡ് മൊഡ്യൂളിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വെലോസിറ്റി ഓഫ് ഫ്ലോയും അതുപോലെ റേറ്റ് ഓഫ് ഫ്ലോ ആണ് കാണാൻ പറയുന്നത്. അപ്പോൾ വെലോസിറ്റി ഓഫ് ഫ്ലോ കാണാൻ വി കാണാനുള്ള ഇക്വേഷൻ എന്താണ്? വി ഈസ് ഈക്വൽ ടു സി ഇൻറ്റു റൂട്ട് എം ഐ. അതുപോലെ റേറ്റ് ഓഫ് ഫ്ലോ ക്യൂ ഈസ് ഈക്വൽ ടു വി ഇൻറ്റു എ. അപ്പം നമുക്ക് വെലോസിറ്റി കാണണം, ഏരിയ കാണണം, സി കാണണം, എം കാണണം, ഐ കാണണം. നമുക്ക് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ തന്നിന്ന് നോക്കാം. ഫസ്റ്റ് എന്താണ് ക്വസ്റ്റ്യൻ പറയുന്നത്? ഒരു റെക്റ്റാങ്കുലർ ചാനലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റെക്റ്റാങ്കിൾ ആകുമ്പോൾ റെക്റ്റാങ്കിൾ ഷേപ്പ് ആകുമ്പോൾ എന്തൊക്കെയാണ് നീളം വീതി ഉണ്ട്. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ വൈഡും ഡീപ്പും, അതായത് ബ്രെഡ്ത്തും അതുപോലെ ഡെപ്തും തന്നിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് എഴുതാം. ക്വസ്റ്റ്യൻ തന്നിട്ട് നമുക്ക് വിഡ്ത്ത് തന്നിട്ടുണ്ട്. ബി ഈസ് ഈക്വൽ ടു 6 മീറ്റർ തന്നിട്ടുണ്ട്. പിന്നെ ഡെപ്ത്ത് ഡി ഈസ് ഈക്വൽ ടു 3 മീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് ഏരിയ കണ്ടുപിടിക്കാം. ഒരു റെക്റ്റാങ്കിളിൻ്റെ നീളം വീതിയും കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ബ്രെഡ്ത്തും ഡെപ്ത്തും കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം? നീളം ഇൻറ്റു വീതി ചെയ്യുക. അപ്പോൾ 6 ഇൻറ്റു 3 ചെയ്യുമ്പോൾ 18 മീറ്റർ സ്ക്വയറിന് കിട്ടും. അപ്പോൾ ഏരിയ കണ്ടുപിടിച്ചു. ഇനി ഫസ്റ്റ് ഞാൻ എന്തൊക്കെ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്? ചാനൽ ഈസ് ഹാവ് എ ബെഡ് സ്ലോപ്പ് ആസ് 1/2000 തന്നിട്ടുണ്ട്. അതായത് 1/2000 എന്ന് പറഞ്ഞാൽ ബെഡ് സ്ലോപ്പാണ് എന്ത് പറയുന്നത്? 1/2000 എന്ന് പറയുന്നത്. ബെഡ് സ്ലോപ്പിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? സ്മോൾ ലെറ്റർ ഐ എന്ന് കാണിക്കുക. അപ്പോൾ 1/2000. 1/2000 എന്ന് പറഞ്ഞാൽ 1/2000. പിന്നെ ക്വസ്റ്റ്യൻ എന്താണ്? സി ചെസീസ് കോൺസ്റ്റൻറ്റ് തന്നിട്ടുണ്ട്. സി ഈക്വൽ ടു 55. ഇനി നമുക്ക് ഇതിൽ ഏതാ കണ്ടുപിടിക്കാനുള്ളത്? ഇതിൽ ഫസ്റ്റ് വി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സി നമുക്കറിയാം, ഐ അറിയാം. ഇനി എം ആണ് കണ്ടുപിടിക്കാനുള്ളത്. എം എന്ന് പറഞ്ഞാൽ എം ഈസ് ഈക്വൽ ടു എന്താണ്? ഹൈഡ്രോളിക് മീൻ ഡെപ്ത്. അത് കാണാനുള്ള ഇക്വേഷൻ A/P. ഏത് പറഞ്ഞാൽ ഏരിയ, പി എന്ന് പറഞ്ഞാൽ പെരിമീറ്റർ. നമ്മൾ മലയാളത്തിലേക്ക് പറയുമ്പോൾ ചുറ്റളവ് എന്ന് പറയില്ല, അതാണ് പെരിമീറ്റർ. A/P കാണാം. അപ്പോൾ ഇവിടെ പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ, അതായത് ഒരു റെക്റ്റാങ്കുലർ ചാനലാണ്. അപ്പോൾ ഇവിടുത്തെ പെരിമീറ്റർ കാണുന്ന ഇക്വേഷൻ എന്താണ്? B+2D എന്നാണ് ഇക്വേഷൻ. അപ്പോൾ നമുക്ക് ബി എത്രയാണെന്ന് അറിയാം. എത്രയാണ്? 6 ആണ്. ഡി എത്ര അറിയാം? 2 × 3 ആണ്. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര ആൻസർ കിട്ടും? 12 മീറ്റർ കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? എയും പിയും കണ്ടുപിടിച്ചു. ഇനി എന്ത് ചെയ്യുക? ഹൈഡ്രോളിക് മീൻ ഡെപ്ത് കണ്ടുപിടിക്കുക. അപ്പോൾ എം ഈസ് ഈക്വൽ ടു ഏരിയ നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ടായിരുന്നു? 18 ടി ഉണ്ടായിരുന്നു. പി നമുക്ക് 12 ടി. അപ്പോൾ നമ്മുടെ ആൻസർ 1.5 മീറ്റർ. അപ്പോൾ എം 1.5 മീറ്റർ കിട്ടി. പിന്നെ നമുക്ക് എന്ത് ചെയ്യുക? ഇക്വേഷനിൽ കൊടുക്കാം. ഫസ്റ്റ് വൺ വി കണ്ടുപിടിക്കുക. വി ഈസ് ഈക്വൽ ടു സി എത്രയാണ്? ചെസീസ് കോൺസ്റ്റൻറ്റ് 55 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇൻറ്റു റൂട്ട് ഓഫ് എം നമുക്ക് എത്ര കിട്ടി? 1.5 കിട്ടി. ഇൻറ്റു ഐ എത്രയാണ്? 1/2000. അപ്പോൾ എന്ത് ചെയ്യുക? ആദ്യം എന്ത് ചെയ്യുക? ഈ ബ്രാക്കറ്റിലുള്ള വാല്യൂവിനും മൾട്ടിപ്ലൈ ചെയ്യുക. 1/5 ഇൻറ്റു 1/2000 അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. അതിൻ്റെ റൂട്ട് എടുക്കുക. എന്നിട്ട് ഇൻറ്റു 55 ചെയ്യുക. അപ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും? 1.50 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. അപ്പോൾ ഈ കിട്ടിയ വീനെ നമ്മൾ എന്ത് ചെയ്യണം? വി ഇൻറ്റു ഏരിയ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ? അവിടുത്തെ റേറ്റ് ഓഫ് ഫ്ലോ, അതായത് ക്യൂ കിട്ടുള്ളൂ. അപ്പോൾ ക്യൂ ഈസ് ഈക്വൽ ടു വി നമുക്ക് എത്ര കിട്ടി? 1.5 ഇൻറ്റു ഏരിയ നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ടായിരുന്നു? 18 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏരിയ 18 ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടും? അവിടുത്തെ റേറ്റ് ഓഫ് ഫ്ലോ കിട്ടുമ്പോൾ 27.108 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് കിട്ടും. അപ്പോൾ സിമ്പിളായിട്ടുള്ള പ്രോബ്ലമാണ്. ഈ സെയിം പ്രോബ്ലം തന്നെ ചോദിക്കാനുള്ള എന്ത് വ്യത്യാസം വരലിച്ചാൽ ചെസീസ് കോൺസ്റ്റൻറ്റോ അല്ലെങ്കിൽ ബെഡ് സ്ലോപ്പിൽ മാത്രമേ വ്യത്യാസം വരുള്ളൂ. ബാക്കിയൊക്കെ സെയിം റിപ്പീറ്റായി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ്. ഇനി നെക്സ്റ്റ്